അഖീഖയും നബിതങ്ങൾ അറുത്തിട്ടുണ്ട്. ആ അഖീഖയും സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലാണ്. സ്വീകരിക്കാൻ പറ്റാത്ത തരത്തിൽ ബുദ്ധിമുട്ടായിട്ട് ഒരു വലിയ കിൻഡൽ പോത്തിനെ തന്നെ കൊണ്ടുവരണമെന്നില്ല. ഒരാടിനെ അറുത്തിട്ട് അഖീഖ അറുക്കല്, അതല്ലേ പോത്തിനറുക്കുന്നതിനേക്കാളും അഫ്ളല് ഒരാടിനെ അറുക്കലാണ്. അറുത്തിട്ട് അതിൻ്റെ മാംസങ്ങൾ വേവിച്ച് ഭക്ഷണം കൊടുക്കലാണ്. പച്ചയിറച്ചി കൊടുക്കൽ അഖീഖ അറുക്കുന്നതിൽ പച്ചയിറച്ചിക്ക് വകുപ്പുള്ളത് പ്രസവ ശുശ്രൂഷ നടത്തിയ പേറ്റിച്ചിക്ക് മാത്രമാണ്. അത് ഇന്നത്തെ കാലത്ത് നാട്ടിലൊന്നും കാണാനില്ല. ഇവിടെ ഉണ്ടോ പേറ്റിച്ചുണ്ടാ? ഉണ്ടാ? പ്രസവം എടുക്കുന്ന പെണ്ണുണ്ടോ? ഉണ്ടോ? ആ ഉണ്ടെങ്കിൽ കൊടുക്കണം. ഒരു കുറകൊന്നായിട്ട് കൊടുക്കണം, ഒരു കഷ്ണം കൊടുക്കാൻ പാടില്ല. ഇത് അതാണ് പച്ച കൊടുക്കേണ്ടത്. ബാക്കിയുള്ളവർക്കൊക്കെ വേവിച്ചാ കൊടുക്കേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ മാതൃക. മറ്റേത് ഈ പോത്തിന് എല്ലാവർക്കും വാങ്ങിക്കൊണ്ടുവരാൻ കഴിയില്ല. അതിനൊക്കെ പൈസ എത്ര വേണം? ഒരാടിനാകുമ്പോൾ എന്ത് സുഖമുണ്ട്. ഒരു 8,000 7,000 9,000 കൊടുത്താൽ നല്ല ഒരു ആടിനെ കിട്ടും. അഖീഖ അറുക്കാൻ ഉത്തമം അതല്ലേ. പിന്നെ ആരേത് പോത്താക്കി മാറ്റി? അതാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. ആ അഫ്ളലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഇതിൽ മാറ്റം ഉണ്ടാകണ്ട. അതങ്ങനെ തന്നെ. അങ്ങനെ ആകുമ്പോൾ തുടരാനും ചെയ്യാനും ഒരു സുഖമാണ് എല്ലാവർക്കും. അതാ കുടുംബക്കാരെയും അയൽവാസികളൊക്കെ വിളിച്ച് ഒരു ഭക്ഷണമായിട്ടാണ് കൊടുക്കുക. അൽഹംദുലില്ലാഹ്. അവനെ കിട്ടിയില്ല എന്ന് പരാതിയില്ല, കുറഞ്ഞു എന്നുള്ള പരാതി ഒന്നുമില്ല. ഇത്ര സുഖ. ആടിനർത്താൽ പോരെ. ആണാകുമ്പോൾ 2 ആട്, പെണ്ണാകുമ്പോൾ 1 ആട്. ആണാകുമ്പോൾ ചിലവ് കുറേ ആണല്ലോ, പെണ്ണാകുമ്പോൾ ചിലവ് കൂടുതലല്ലേ. അപ്പോൾ 1 ആടാക്കിയത്. അങ്ങനെയുള്ള സുന്നത്തുകളാണ് സ്വീകരിക്കേണ്ടത്. അതാണ് എളുപ്പവും. ഇസ്ലാം പഠിപ്പിക്കുന്ന അങ്ങനെ. നമുക്ക് തോന്നും പോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ ചെയ്യാൻ തന്നെ പ്രയാസമാകും. അതുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ കുറേ ആൾക്കാർ ഇപ്പോഴും കുട്ടികൾക്ക് അഖീഖ അറുക്കാത്തവരുണ്ട്. കാരണം അവർ ചിന്തിക്കുന്ന ഒരു പോത്തിനെ വാങ്ങാതെ നടക്കൂല എന്നാണ്. കാരണം അപ്പുറത്തുള്ള ആൾ അഖീഖ അറുത്തപ്പോൾ 2 കിലോ ഇറച്ചി ഇങ്ങോട്ട്, മറ്റാൾ അറുത്തപ്പോൾ 1 കിലോ ഇറച്ചി, മറ്റാൾ അറുത്തപ്പോൾ 2 കിലോ ഇറച്ചി. ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. ആ കൊടുക്കണ്ടേ ചിന്തിച്ച് കുട്ടിക്ക് ഇപ്പോൾ 15 വയസ്സായി. പാപ്പാനെ പുരട്ടിയിൽ നിന്ന് അഖീഖൻ്റെ ഇതും പോയി, ഉത്തരവാദിത്വവും പോയി. പ്രായപൂർത്തി വരെയല്ലേ ബാപ്പാക്ക് അതിൻ്റെ കടമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രായപൂർത്തി എത്തിയ ആൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. രക്ഷപ്പെട്ടു. പലരും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതാ ചെറുപ്പത്തിൽ തന്നെ ആ മാർഗം ചെയ്യൽ, ആ സുന്നത്ത് ചെയ്യുന്നതിൽ ഈ കുട്ടിയുടെ വളർച്ചക്കും സ്വഭാവത്തിനും അതിൽ വലിയ കാര്യമുണ്ട്, വലിയ പങ്കുണ്ട്. ചെറുപ്പത്തിൽ തന്നെ അത് ചെയ്യുന്നതിന് വലിയ പങ്കുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത് അഖീഖ അറുത്ത ഭക്ഷണത്തിൽ നിന്ന്, മാംസത്തിൽ നിന്ന് കുറച്ച് മാംസം എടുത്ത് മധുരം ചേർത്ത് വേവിച്ചിട്ട് ആളുകൾക്ക് കുറച്ച് കൊടുക്കണം. ഒരിറച്ചിയൊക്കെ എല്ലാവരും തിന്നു, 2ാമത്തെ ഇറച്ചി എടുത്താൽ വേണ്ടാന്ന് പറയും. മധുരട്ട ഇറച്ചി തിന്നു ആൾക്കാർ. എന്നാൽ 1 തിന്നോളും. ഒരു ലിവറിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് വേവിച്ചിട്ട് കുറച്ച് പഞ്ചസാര ശർക്കര ഇട്ട് വേവിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ കഷ്ണം. അതെന്തിനാ? ലി ഹലാവത്തി ഖുലുഖിഹി, കുട്ടിൻ്റെ സ്വഭാവം നല്ല സ്വഭാവമാകണം. അതിന് കുറേ കഴിഞ്ഞിട്ട് ഇറത്താൽ പോലെ ചെറുപ്പം തന്നെ ഇറക്കണം. നല്ല സ്വഭാവമായി മാറണം. പ്രസവിച്ച അന്ന് തന്നെ മുലപ്പാൽ നൽകുന്നതിൻ്റെ മുമ്പ് സ്വാലിഹീങ്ങളായ ആണുങ്ങളെ കൊണ്ട്, കിട്ടിയില്ലെങ്കിൽ സ്വാലിഹാത്തുകളായ മഹദിമാരെ കൊണ്ട് അവരെ ഉമിനീരിൽ ചാവിച്ച ഒരു തഹ്നീക്ക്, മധുരം കൊടുക്കൽ, അത് സുന്നത്താണ്. നമ്മളെ കുട്ടികളുടെ ബുദ്ധിയും ആത്മീയതയും നന്നായി കിട്ടുന്നതിന് പ്രധാനപ്പെട്ടൊരു മാർഗമാണത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ എൻ്റെ കുട്ടിക്ക് ആരും ആദ്യമായിട്ട് ഒന്നും കുട്ടിയുടെ വയറ്റിലേക്ക് കൊടുക്കരുത് എന്ന് ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ കാവൽ നിർത്തി അനസ് റളിയല്ലാഹു അൻഹു, മോനെ നീ ഒന്ന് നോക്ക്, ഉമ്മ പ്രസവം കഴിഞ്ഞൊരു ക്ഷീണത്തിലാണ്, ഈ കുട്ടിയൊന്ന് നോക്കണം, അബൂ തൽഹ റളിയല്ലാഹു അൻഹു ജനിച്ച കുട്ടിയാണ്, ഈ കുട്ടിയെ ഒന്ന് നോക്കണം. അന്നത്തെ ഉമ്മമാർക്കൊരു പതിവുണ്ട്, കുടുംബക്കാരായ ഉമ്മമാരൊക്കെ വന്ന മുലയൂട്ടുന്നവരാണെങ്കിൽ ഒന്ന് എടുത്തിട്ട് ഒന്ന് പാൽ കൊടുക്കും. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, ഇപ്പം അതില്ലാന്നുള്ളൂ. പഴയ കാലത്ത് ചിലരൊക്കെ അങ്ങനെ കുടിപ്പിക്കലുണ്ട്. കാരണം ആ മഹറമീയത്ത്, ആ ബന്ധം അങ്ങനെ നിന്നോട്ട് എഴുതിയിട്ട്, ഏതായാലും കാണേണ്ട ആൾക്കാരാണ്, ഞാൻ ഹറാം വരണ്ടാന്ന് എഴുതിയിട്ട് അവരെ കൊണ്ടൊക്കെ ഒന്ന് മുല കുട്ടിപ്പിക്കുന്നത്. അപ്പം മുല കൊടുത്ത മാതാവായി, മുല കൊടുത്ത മാതാവിൻ്റെ അഞ്ചെത്തി അങ്ങനെ ഒരു ബന്ധം സ്ഥിരപ്പെടും. അപ്പം പിന്നെ നോക്കാൻ പാടില്ല എന്നുള്ള സിസ്റ്റം വരില്ലല്ലോ. അങ്ങനെ ചെയ്തുകൊണ്ട് പഴയ കാലത്ത്. ഇരിക്കട്ടെ, ഉമ്മമാർ വന്നിട്ട് മുലയൂട്ടും. അതുകൊണ്ട് അനസേ ഈ കുട്ടിയെ നോക്കി അങ്ങനെ നിൽക്കണം സുബിഹി വരെ. സുബിഹിൻ്റെ ജമാഅത്തിന് പോയി വന്നിട്ട് ഈ കുട്ടിയെ എടുത്തിട്ട് നീ പോകണം ഇലാ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് പേരിടാനും പറയണം, മധുരം കൊടുക്കാനും പറയണം, ദ്വാരക്കാനും പറയണം. അനസ് റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരത്തിന് ശേഷം ആ പിഞ്ചു പൈതലിനെയും കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സവിധത്തിലെത്തി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ വാങ്ങി മടിയിലേക്ക് അങ്ങ് വെച്ചു. ആ കുട്ടിൻ്റെ തലയുടെ മേൽ തങ്ങളിങ്ങനെ തലയോടിയിട്ട് കുട്ടിക്ക് ബറക്കത്തിന് ദുആ ചെയ്തു. ചോദിക്കുന്നു, മോനെ അനസേ, കാരക്ക കൊണ്ടുവന്നിട്ടുണ്ടോ? കാരക്കയിൽ നിന്നൊരു കാരക്ക വാങ്ങി തങ്ങളത് ചവച്ചരച്ചിട്ട് ആ ശറഫാക്കപ്പെട്ട ഉമിനീര്, ലോകത്തിനതിന് മൂല്യം കണക്കാക്കാൻ കഴിയില്ലല്ലോ ഉമിനീങ്ങളെ, ആ ഉമിനീരിൻ്റെ തുള്ളി ആ കുട്ടിയുടെ ഉൾഭാഗത്തേക്ക് വായിലേക്ക് പകർന്നു നൽകി. വസമ്മാഹു അബ്ദുല്ലാഹ്, കുട്ടിക്ക് അബ്ദുല്ല എന്ന് പേര് വിളിച്ചു. മുത്തുനബി തങ്ങൾ ഉമിനീര് പകർന്നു നൽകിയിട്ട് അല്ലാഹുവിൻ്റെ റസൂല് മടിയിൽ വെച്ച് ദുആ ചെയ്യിപ്പിച്ചിട്ട് പേര് വിളിച്ച ആ കുട്ടിക്ക് 9 കുട്ടികൾ ജനിച്ചു. കുല്ലുഹും യഖ്റഊനൽ ഖുർആൻ. ഉമ്മു സുലൈം ബീവിൻ്റെ 9 പേരമക്കളും ഈ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അടക്കം 10 കുട്ടികളും ഖുർആൻ ഹാഫിളുകളാണ്. എന്തൊരു ഭാഗ്യമാണല്ല കൊടുത്തത്. അത് ചെറിയ ബറക്കത്തല്ലല്ലോ. ഇത് ഞാൻ പ്രത്യേകിച്ച് എന്തിനാ പറഞ്ഞത് എന്നറിയോ? ഒരു കുട്ടി അങ്ങ് ജനിക്കുമ്പോ അങ്ങനൊക്കെ മതി, ഇങ്ങനൊക്കെ മതി, ഏതായാലും ഒരു കുട്ടിനെ കിട്ടിയില്ലേ എന്ന നിലക്ക് മതിയാക്കി പോകണ്ട. അതിലൊന്നും ഒരു കാര്യം, ഒരു കഴമ്പില്ലാന്ന് ചിന്തിക്കണ്ട. അത് നമ്മുടെ ഹവയിൽ നിന്ന് വരുന്നതാണ്. സുന്നത്തുകൾ അനുസരിച്ച് കറക്റ്റായി അധ്വാനിച്ച് ആത്മീയ രംഗത്ത് ആ കുട്ടിക്കൊരു കുറവും വരുത്താതെ നീ നല്ലവരാക്കി വളർത്തിക്കോ. നീ അങ്ങ് ചെലവ് കൊടുക്കുന്നത് കൊണ്ട് മാത്രം കുട്ടി അനുസരിക്കുമെന്ന് കരുതരുത്. പഠനം കൊടുക്കുന്നത് കൊണ്ട് മാത്രം കുട്ടി അനുസരിക്കുമെന്ന് വിചാരിക്കരുത്. ആത്മീയ തലങ്ങളിൽ ആ കുട്ടിക്ക് പകർന്നു നൽകേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ആ ടൈമിൽ തന്നെ കൊടുത്തേക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമിനീര് പകർന്നു കിട്ടിയ മോനല്ലേ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ മുഖത്ത് നോക്കിയിട്ട് ധീരോദാത്തമായി ശബ്ദിക്കാൻ ഇത്രയും ധൈര്യം അവിടുന്ന് കിട്ടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മുഹാജിറുകൾക്ക് ആദ്യം ജനിച്ച കുട്ടിയായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾക്ക് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ഖുബായിലെത്തിയപ്പോഴാണ് ആ കുട്ടിയെ പ്രസവിച്ചത്. ഭർത്താവിനെ വിളിച്ചു പറയുന്നു, സുബൈർ റളിയല്ലാഹു അൻഹുവിനെ, ഈ കുട്ടിക്ക് ഞാൻ പാലൂട്ടിയിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് കൊണ്ടുപോയി ദ്വാർപ്പിച്ചിട്ട് മധുരം കൊടുത്ത ശേഷമല്ലാതെ ഇതിന് ഞാൻ പാല് കൊടുക്കുന്നില്ല. പിന്നീട് ആത്മാഭിമാനത്തോടെ ഉമ്മ പറയാറുണ്ട്, അവ്വലു ശൈഖിൻ ദഖല ജൗഫഹു, എൻ്റെ മകൻ്റെ വയറ്റിൻ്റെ അകത്തേക്ക് ആദ്യമായി പ്രവേശിച്ചത് റീഖു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമിനീരാൻ. സയ്യിദന്മാരും സയ്യിദാത്തുകളും നമ്മുടെ നാടിൻ്റെ പരിസരങ്ങളിലും മറ്റുമൊക്കെ ഇബാദത്തിലായി മുഴുകുന്ന ഒരുപാട് മഹാന്മാരും മഹതിമാരും ഉണ്ട്. കറാത്തവർക്ക് കുറവാണ്, ഹറാം അവർക്ക് തീരെയില്ല. സൂക്ഷ്മതയോടെ ഇബാദത്തിലായി കഴിയുന്നവരാണ്. അവരുടെ നാവിനും അവരുടെ ഉമിനീരിനും നമ്മളുടെ നാവിലെ ഉമിനീരിനേക്കാൾ പരിശുദ്ധിയുണ്ടല്ലോ. അവരെ ദുആഇനും അവരെ കരസ്പർശത്തിനും ബഹുമാനമുണ്ടല്ലോ. അതുകൊണ്ട് രാഘവത്തോടെ കാണാതെ ആ വഴിക്കും ചിന്തിക്കേണ്ടതാണ്.